ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഞാൻ എന്ന് വീഡിയോ എടുക്കാൻ ഇറങ്ങിയെന്നാലും ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് മണ്ടേ കൂടെ പോകുന്നുണ്ടാവും. എന്ന് വീഡിയോ എടുക്കാൻ നിന്നാലും അവസ്ഥ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആരുമില്ല റോഡിൽ. ഇവിടെ വെള്ളി ശനിയാണ് ഓഫ് ദിവസങ്ങൾ. എന്നിട്ട് നമ്മുടെ ഞായറാഴ്ച നമ്മുടെ നാട്ടിൽ തിങ്കളാഴ്ച പോവില്ലേ സ്കൂളിലും എല്ലാത്തിനും അതേപോലെ. പക്ഷേ വെള്ളി ശനി ഇവിടെ ഓഫ്. എന്നാൽ ബിരിയാണി വെക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് വേറെ ഒന്നും ചെയ്യേണ്ട, അരിഞ്ഞ് പെറുക്കി കൊടുത്താൽ മതി, ബാക്കി ഇവർ ചെയ്തോളും. പിന്നെ അത് നമുക്ക് പോയി സെറ്റാക്കാം, എന്നിട്ട് ഒരു വിളിക്കാം. ഇന്ന് അരിക്ക് മേടിക്കാൻ പോയിട്ട് മറ്റേ എന്താ കാരയ്ക്ക് ഉപ്പിലിട്ട് മേടിച്ചുകൊണ്ട് വന്നു. പച്ചക്കറിക്കൊക്കെ നല്ല മധുരം. ഇവരുടെ സ്ഥലത്ത് എന്തോ ഒരു ഉപ്പാണ്. എനിക്കൊരു ലൈസ് മേടിച്ചു വന്നു. പിന്നെ നമ്മുടെ വീട്ടിലെ ബിരിയാണി തീർന്നാണ് കടയിൽ നിന്ന് മേടിച്ചു. പിന്നെന്താ, പിന്നെ സവാളയും ചിക്കനും ഇത്രക്കുള്ളൂ. ഇതെല്ലാമായിട്ട് ഒരു മെനയില്ല. കാരയ്ക്ക് ഉപ്പിലിട്ടത് കൊടുത്ത ഭയങ്കര ഉപ്പ്. പിന്നെന്താ എടുക്കണ്ടേ, അരിയും കൂടി ഇട്ട. ഈ ചിക്കനെ പൊട്ടിച്ച് വെള്ളത്തിൽ ഇടണം. ഞാൻ ഐസൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ചിക്കൻ കിട്ടണം. രാവിലെ തന്നെ ലൈസ്. ഉണ്ടാക്കി ലാസ്റ്റ് കപ്സയിലായിട്ട് ബിരിയാണി. പിന്നെ കച്ചമ്പറ് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും പള്ളിയിൽ പോവാൻ ഒരാൾ കുളിക്കാൻ കയറിയേക്കണു. കുറച്ച് പേര് പോയി, ഇക്കാകായും പോയിട്ടോ. പിന്നെന്താ, ഇവർ കറക്റ്റ് ആ ടൈം ആകുമ്പോൾ കുളിക്കാൻ കയറും. അതുകൊണ്ട് ഞാൻ അതിന് മുമ്പ് ഇന്ന് കയറി കുളിച്ചു. എനിക്കാ താഴെ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര വെയിലാണ്. താഴെ എത്തി. ഇത് കകയല്ല, വേറെ ആരാണ്. ഈ ഫോൺ കാക്ക ഇവിടെ. ഇവരെല്ലാവരും ഓരോ വഴിക്കാം. നമ്മുടെ കച്ചമ്പറും പിന്നെ തക്കാളിയുടെ ഒരു ചമ്മന്തി വേണ്ടിട്ടോ. നമ്മളിവിടെ എല്ലാവരും കൂടി ഇരുന്ന് മറ്റേ സൂപ്പർ വെച്ചിട്ട് കഴിക്കാറ്. പാത്രമൊന്നും എന്തെങ്കിലും കഴുകേണ്ട ആവശ്യമില്ല. ഇതാ അവിടെ നീക്കിച്ചേ. ഇപ്പം തന്നെ അവരും കൂടി വരും. അപ്പോഴത്തേക്ക് നമുക്കിത് ചെയ്യാം. നമുക്ക് വരുമ്പോൾ തന്നെ കഴിക്കാം. ഇന്നത്തെ സ്പെഷ്യൽ കപ്സ ചൂട് മതി. എന്താ അവന്മാർ വരാത്തുന്നു? ആ റോട്ടിൽ കൂടെ വണ്ടി വന്ന് നോക്കിയേ, എന്നിട്ട് വിളിച്ചാൽ മതി. മിന്ന നടക്കണ്ടല്ലോ. വേണ്ട വേണ്ട. ആ പള്ളി കഴിഞ്ഞ് പോവാണ്. എൻ്റെ അങ്കണുണ്ട് അവിടെ. എന്തൊക്കെ മൻസൂറ തന്നെ. അതേ തന്നെ മൻസൂറ. കുറേ പേര്
നല്ല വിറ്റ്. ഇനി ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് നേരെ പോയി കിടക്കും, ഉറങ്ങും അല്ലേ? ഇന്നെന്തായാലും വൈകിട്ട് എങ്ങോട്ടും പോകട്ടോ. നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പിന്നെ വീഡിയോ എടുക്കാത്തത് നമ്മളെല്ലാവരും ഉള്ളതുകൊണ്ടാട്ടോ. എല്ലാവർക്കും വീഡിയോയിൽ വന്നെന്ന താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഫുഡ് കഴിക്കുമ്പോഴുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്തത്. അപ്പുറത്തെ ഫ്ലാറ്റിലുള്ള ടി വി വെച്ചേക്കും നല്ല ക്ലിയറാണ്. ഇതിലും ക്ലിയറായിട്ട് മുകളിൽ നിന്നാൽ കാണാൻ പറ്റും നമ്മുടെ ടെറസിൻ്റെ മുകളിൽ. പിന്നെ ഇതേ വീട്ടിലെ ഫ്ലാറ്റിൽ 2-3-4 പട്ടിയുണ്ട്. 4 മാത്രം ഞങ്ങളാണ്. ഇത്രയും നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. പിന്നെ ഇതേ ഒരു ഫ്ലൈറ്റ് പോകുന്നു. ഞാൻ ഉച്ചയ്ക്ക് ഞങ്ങൾ കടയിൽ പോകാൻ വേണ്ടിയിരുന്നതായിരുന്നു. അങ്ങനെ അന്നേരം റെഡി ചെയ്താട്ടോ. പിന്നെ വണ്ടി പഞ്ചറായി പോയി. എന്തായിരുന്നു സംഭവം? അപ്പം അത് നന്നാക്കാൻ കൊടുത്തപ്പോൾ അയാൾ 1 മണിക്കൂർ കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പം 1 മണിക്കൂർ കഴിഞ്ഞ് വരാൻ പറഞ്ഞ സമയത്ത് ഞങ്ങളെല്ലാവരും ഇവിടെ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ 8 മണിയായി, കാക്ക എഴുന്നേറ്റപ്പോൾ 10:30 ബാക്കിയുള്ളവർ എഴുന്നേറ്റിട്ടില്ല. ഇനിയിപ്പം ചുമ്മാ പുറത്ത് വേണം. പിന്നെ എനിക്ക് തലമുടി ഒന്നും ഇടാൻ പറ്റൂല, അതുകൊണ്ട് ഇങ്ങനെ തന്നെ പോവാം അല്ലേ? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റും. ഇവിടെ പിന്നെ പല പോലത്തേക്ക് ആൾക്കാർ നടക്കണം, അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല അല്ലേ? കുറച്ച് സ്പ്രേ മതി. ഇത് ഭയങ്കര മണം. എനിക്ക് ഈ സ്പ്രേ ഇഷ്ടപ്പെട്ടില്ല. അപ്പം നമുക്ക് ഇനി പോകാം. ഇവിടെ എല്ലാവരും ഉറങ്ങുവാണ്. നമ്മൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാട്ടോ. ഇനി ഇവിടുന്ന് എന്തെങ്കിലും തിന്നാനോ വേറെ ഒന്നുമില്ല, ലൈസോ അങ്ങനെ എന്തെങ്കിലും, എന്നിട്ട് നമുക്ക് ചുമ്മാ നടക്കാൻ പോകാം. കട എത്തി. എപ്പോഴും മേടിക്കണം ഇവിടെ നിന്നാട്ടോ, ആ സൈഡില്ല. അപ്പം ആദ്യം നമുക്ക് എന്തെങ്കിലും ലൈസ് മേടിക്കാം. എനിക്ക് സാധനം ഇഷ്ടമല്ല. അത് എന്നിട്ട് അന്ന് എനിക്ക് ഛർദി ഉണ്ടായിരുന്നു. ഒരു സംഭവത്തിന് ലൈസ് ഉണ്ടായിരുന്നു, നമ്മുടെ ചീറ്റോസ് പോലെ ഇരിക്കണ ഇതല്ല. ഇന്നെനിക്ക് അവന്മാർ മേടിച്ചു ലൈസ് ഇവൻ എനിക്ക് തന്നില്ലേ. ഞാൻ ഉദ്ദേശിച്ച ലൈസ് അവിടെ ഇല്ല. പിന്നെ ലൈസ് അല്ല, ഒരു ചീറ്റോസ് ആയിരുന്നു. ഇന്നാള് ഒരു പ്രാവശ്യം ആരോ കഴിച്ചിട്ട് വീട്ടിൽ വെച്ചതാ, അത് ഞാൻ കഴിച്ചായിരുന്നു. പക്ഷെ അതിപ്പോൾ അവിടെ കാണുന്നില്ല. നമുക്ക് അടുത്ത കടയിൽ കയറി. നമ്മുടെ പാർക്കിൻ്റെ അടുത്തൊരു കടയുണ്ട്, അവിടെ പോയി നോക്കട്ടെ. എന്നും പാർക്കിലും എന്നെന്ന് ഓർക്കും. ആ സമയത്ത് ഒന്നല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതായിട്ടിരിക്കും. ഇന്നും അങ്ങനെ തന്നെ. 11 മണി കഴിഞ്ഞു, 11:15. ഞാൻ ഈ പാർക്ക് ശരിക്കും 9-10 ഉള്ളൂ എന്നാട്ടോ ഓർത്തത്. പാർക്കെന്ന് പറയാനൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു സംഭവമില്ല. ചുമ്മാ വന്ന് വീട്ടിലെ ഫുഡൊക്കെ കഴിക്കാം. പിള്ളേരൊക്കെ ഇരിക്കുന്നു. ഇതെല്ലാം കട എൻ്റെ ഫ്രണ്ട് നോക്കും. ഞങ്ങൾ ഈ സംഭവം പഠിക്കാനാണ് വന്നത്. പക്ഷെ വേറെ കാര്യം എന്നറിയാം, ഇതിൽ 10 രൂപ എന്നാണ് എഴുതിക്കണേ. ആ പുള്ളി 20 രൂപ കൊടുത്തിട്ട് അറിയാം 15 ഞങ്ങൾ ഇതിൽ എഴുതിക്കണ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിനെ തിരിച്ച് 10 രൂപ തന്നു. പറ്റിക്കാൻ നോക്കിയതെന്ന് തോന്നുന്നു. പൊട്ടിച്ച കട. നമ്മൾ നടന്ന് നമ്മൾ കിടന്ന ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് വരെ എത്തി. ബാക്കി നടക്കുന്നു. ഇതാണ് നമ്മൾ കിടന്ന ഹോസ്പിറ്റലിൽ. ഇവിടെ കിടന്നപ്പോൾ എന്തോരം കൊതിച്ചൊന്ന് വെളിയിലിറങ്ങാനല്ലേ. മുകളിൽ നിന്ന് ഇതെല്ലാം ഇങ്ങനെ കാണാന്നല്ലാണ്ട് ഒന്നുമില്ലായിരുന്നു. ഇപ്പം ഇതായിട്ട് ഫ്രണ്ടിൽ കോർ നടക്കുക. അവിടെ വരെ നടന്നിട്ട് ഇത് കാലിയായി. നമ്മൾ അടുത്തും മേടിക്കാൻ കയറിയിട്ടോ. കടകൾ അടുപ്പിച്ചായതുകൊണ്ട് എല്ലാം മേടിച്ച് കൈ പിടിക്കണം. തിന്ന് കഴിയുമ്പോൾ അടുത്ത് മേടിച്ചത്. നടന്ന് എവിടേക്കോ എത്തിപ്പെട്ടിട്ടില്ല. അത് നടക്കാനിറങ്ങി ഇതാണ് അവസ്ഥ. ചുമ്മാ ഇതിലൊക്കെ കൂടെങ്കിലൊക്കെ നടന്നിങ്ങനെ പോയി
ലാസ്റ്റ് ഒരു സമയമാകുമ്പോൾ വീട്ടിലെത്തും. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ഓരോരോ ദിവസങ്ങൾ. നമ്മൾ വന്ന് ഏതോ ഒരു ടൗൺ പോലെ ഇരിക്കണു അല്ലേ. നമ്മുടെ അവിടെ എറണാകുളത്തേക്ക് പോകുമ്പോഴുള്ള സെറ്റപ്പ് ആ മതി. ഏതോ ഒരു സ്ഥലം 500 മീറ്റർ ഇപ്പറേ നമുക്ക് പോണെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു 500 മീറ്റർ ഇപ്പറേട്ടാണ് കാണുന്നത്. മെയിൻ റോഡാണ് കാണുന്നത്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഫ്രൈഡേ ഡേ അല്ലേ. ഇന്നും നാളെയും ശരിക്കും ഞങ്ങൾക്ക് ലീവാണ്. ജസ്റ്റ് ഒന്ന് നൈറ്റ് ഇറങ്ങാനാണ് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം.